രണ്ട് പഴംപൊരി രണ്ട് ചായ സാർ. തങ്ങൾ അടിച്ചാ? തങ്ങള് പോയി നീ അടിച്ചാ? ഇല്ല അതിന്റെ കൂടെ ഒരു 6 പഴംപൊരിയുടെ ആടിയോ പീട്ടൂല് ഒരു സുലൈമാനി വിത്തൗട്ട് ഒരു ചായ. സദീഖ് വൈൻ അടിച്ചാതെ. അപ്പൊ നീ ഒരു പണിയെടുക്ക്. ഒരു ടേക്ക് അവേല് ഒരു 100 പൈസന്റെ ബില്ലുണ്ട്. അതിലൊരു കട്ടൻ ഒരു ചായ മാത്രം വെച്ച് ബാക്കി ക്യാൻസൽ ആക്കി. കട്ട വിത്തോ നമസ്കാരം. അല്ല, നിങ്ങൾ ആരെയും നോക്കണം? നമസ്കാരം പറഞ്ഞാൽ നിങ്ങൾ കണ്ടില്ലല്ലോ എന്നാണ്. നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട പോയാ ഇത് ഞമ്മളാണെന്ന്. ഈ അടിച്ച് പതഞ്ഞ് പരിപ്പിളകരിക്കണ നമ്മൾ തന്നെയെന്ന് എല്ലാവർക്കും നമ്മളറിയാം. എന്നാലും ചിലത് പറയാൻ വന്നതാ. നിങ്ങൾക്ക് ഇവിടെ കുറച്ചേരം കുത്തിയിരിക്കാൻ പറ്റും. എന്നാൽ നമ്മൾ കുറച്ച് ചങ്ങായിമാരെ നിങ്ങൾക്ക് പരിചയപ്പെടണം. നിങ്ങൾ കണ്ടിട്ട് വരും, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. എന്തേ? ഹലോ ഹലോ, എടാ ജോണേ. എന്താ കാര്യം പറ. എടാ നീ വിളിച്ചായിരുന്നോ? ഇന്നലെ നമ്മൾ സംസാരിച്ച കാര്യം വല്ലതും നടക്കുമോ? എടാ നീ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നല്ല കാര്യങ്ങൾ. അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മളൊരു ഫോൺ വിളിച്ച ഉടനെ കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് സോൾവ് ആകത്തില്ല. എടാ നീ ഇച്ചിരി സമയം എടുക്കും. നീ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നീ എങ്ങനെയും ഒന്ന് വിളിച്ചിട്ട് ശരിയാക്കടാ. ആ ശരി ഞാൻ നോക്കാം. ഒരു കാര്യം ചെയ്യ്, നീ ഇങ്ങോട്ട് വാ. ഞാനിവിടെ കോഫി ഷോപ്പിൽ ഇരിപ്പുണ്ട്. ഞാൻ നോക്കട്ടെ, ഞാൻ വരാം. മാം, എനിക്ക് എന്റെ പതിവ് മതി. ഇന്നും കൂട്ടൊന്നും വേണ്ട? ഇതൊക്കെ തന്നെയല്ലേ എന്റെ കൂട്ട്. ഓക്കെ. അവരിതുവരെ പോയില്ലേ? കുറേ നേരമായല്ലോ. അവരങ്ങനെ തന്നെടാ, എന്നും വരും, ഒരു കട്ടനൊക്കെ കുടിച്ച് പുസ്തകമൊക്കെ വായിച്ച് അവരവരുടേതായിട്ടുള്ളൊരു ലോകത്തിലാ. പേഴ്സണൽ സ്പേസ് അല്ലേ?
ആ ഓക്കെ ഓക്കെ കാണാം. ഓക്കെ ആ പറ. എവിടെയായിരുന്നടാ? 1 മണിക്കൂറായി ഞാൻ ഇവിടെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ പറയാടാ. എനിക്കേ ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ മേടിച്ചു തരാം. എന്തായി കാര്യം? ഒരു കാര്യം ചെയ്യേ, നീ ചായയും പൊറോട്ടയും ചിക്കനൊക്കെ ഓർഡർ ചെയ്യേ. അമ്മയ്ക്ക് പ്രാണവേന, മോന് വീണവേന. ചേട്ടോ ഹായ് സാർ. ചേട്ടാ ഒരു ചായ. ഒരു ചായ? അല്ല 2 ചായ. 2 ചായ. പിന്നെ ഒരു പ്ലേറ്റ് പൊറോട്ടയും ചിക്കൻ കറിയും. 1 പ്ലേറ്റ് പൊറോട്ടയും ചിക്കറിയും 2 ചായ. ആ. ഓക്കെ അല്ലേ? ഓക്കെ ശരി. എടാ നീ പറഞ്ഞ സാധനങ്ങളെല്ലാം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി നീ കാര്യം പറ. എടാ, ഓരോന്നൊക്കെ ചെയ്ത് കൂട്ടുമ്പോഴേ ആലോചിക്കണമായിരുന്നു ഇങ്ങനൊക്കെ പണി കിട്ടുമെന്നുള്ള കാര്യം. ഇനിയിപ്പേ അതോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പറ്റിയത് പറ്റി. ഇനി എന്താ? എടാ, ഞാനൊരു വിധത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട്? ഒരു മിനിറ്റേ. ആ ഞാനിവിടെ ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് വരെ വന്നതായിരുന്നു. ഒന്നുമില്ലടാ, അവനെ ഒരു സമാധാനക്കുറവ്, അപ്പോൾ അതിന് മരുന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ഞാൻ വരാം. ഓക്കെ ശരി, ബൈ. ജോണേ, ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല നീ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ വന്നത്. ഇവിടെ ചിലരുടെയൊക്കെ ഭാവം കണ്ടാൽ തോന്നും എല്ലാം ഞാനായിട്ട് വരുത്തി വയ്ക്കുന്ന പ്രശ്നങ്ങളാണെന്ന്. ഒരു കാര്യം ഞാൻ ആദ്യമേ തന്നെ പറയാം, ഇനി ഇത് ആവർത്തിക്കരുത്. ആവർത്തിച്ചാൽ എന്നെ വിളിക്കാൻ നിൽക്കരുത്, കേട്ടല്ലോ? ഇത് 2 പേരോടും കൂടെയാണ് ഞാൻ പറയുന്നത്. ഇല്ല, ഇനി ഒരിക്കലും ഇല്ല. കേട്ടില്ലേ? ഇനി ജോണിനെ വിളിക്കില്ല എന്ന്. അപ്പോഴും വഴക്കിടില്ല എന്ന് പറയണല്ല. അങ്ങനെയല്ല, ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എന്നാ. സോറി മോളെ, അപ്പത്തെ ടെൻഷനിൽ അങ്ങ് പറഞ്ഞു പോയതാ. ആ, ഇത് പതിവാ. ജോൺ വന്ന് അത്രയും പറഞ്ഞുകൊണ്ട് മാത്രമാണ്. പിന്നെ ഞാനില്ലാതെ നീ അങ്ങനെ സൂയിക്കണ്ട. ഇനിയിപ്പോൾ എൻ്റെ ആവശ്യമില്ലല്ലോ, കാര്യങ്ങളൊക്കെ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോൾ കെട്ടിയോളായി. നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ പോവാ. ഓക്കെ ശരി എന്നാ കേട്ടോ. ആഹാ, അത് ശരി. കാര്യം കഴിഞ്ഞപ്പോൾ അങ്ങനായോ? എടാ, നിന്റെ പൊറോട്ട ചിക്കൻ കറിയും കഴിക്കുന്നില്ലേ? അതെനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞതല്ലായിരുന്നു, ഞാൻ ഇവൾക്ക് വേണ്ടി പറഞ്ഞതാ. നീ പിണങ്ങിപ്പോയതിന് ശേഷമേ ഈ പാവം ഒന്നും കഴിച്ചിട്ടില്ല. ശരിക്കും? ആ, നീ ഏതാണ്ടൊക്കെ ഇവിടെ ഇരുന്ന് വയറ് നിറയ്ക്കുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. സ്വർഗത്തിലെ കട്ടുറുമ്പാൻ ഞാനില്ല. പിന്നെ തോളിൽ കൈയിടുന്നതൊക്കെ കൊള്ളാം, ഇത് വീടല്ല. ഒരു ഓർമ്മ വേണം കേട്ടോ. വൈകുന്നേരം ഡിന്നറിന് ഞാനേ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യലൊക്കെ റെഡിയാക്കി വെച്ചോ. ഓക്കെ സെറ്റ്. സെറ്റ് എന്നൊക്കെ മനു പറയും. ഈ പറഞ്ഞ ആൾ തന്നെ എല്ലാം സെറ്റാക്കും. വീട്ടിൽ ചുമ്മാ ഡയലോഗ് അടിച്ചിരിക്കാമെന്ന് ആരും വിചാരിക്കണ്ട. നീ വന്ന ജോണെ, ഫുഡൊക്കെ മനു കുക്ക് ചെയ്യും. എല്ലാം ഞാൻ സെറ്റാക്കാം. നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ കൊലക്ക് കൊടുക്കാനാണോ? സാർ, ഞാൻ ഇപ്പം തന്നെ അയക്കാം. ഗിവ് മീ ഫ്യൂ മിനിറ്റ്സ്. ഐ ആം ഓൺ ദി ജോബ്. ഷുവർ. എക്സ്ക്യൂസ് മീ സർ. നിഹാസ് സർ, ഇന്നലെ എൻ്റെ ലീവിൻ്റെ കാര്യം ഞാനൊരു മെയിൽ അയച്ചിരുന്നു. ഞാൻ കണ്ടിരുന്നു. യെസ് സർ. എടോ, താനൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കമ്പനി എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. അത് ഓരോരുത്തർക്കും വേണ്ടി മാറ്റാൻ പറ്റില്ല. സർ, അങ്ങനെയല്ല സർ. ഞാൻ ഇന്നലെ എൻ്റെ പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതാണ്. പ്രീ സബ്മിഷന്റെ കാര്യമല്ലേ? അതെ സർ. ഐ വുഡ് അപ്രീഷിയേറ്റ് യു. പക്ഷേ വളരെ എമർജൻസി ആയതുകൊണ്ടാണ്. എടോ, തൻ്റെ ഒരു പേഴ്സണൽ ഗെയിൻ്റെ കാര്യം അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഐ എം സോറി സർ. തൻ്റെ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് പ്രത്യേകം ഹൗ ടു പ്രൊസീഡ്, ഹൗ ടു ഫൈനലൈസ് എന്ന് അസൈൻ ചെയ്താ പോയിരിക്കുന്നത്. സർ, ജീവിതം എന്ന് പറയുന്നത് ജോബ് മാത്രമല്ലല്ലോ സർ. താനും തന്നെ പഠിപ്പിക്കാൻ പറ്റണോ? അല്ല സർ. ആണോ? യെസ്, തനിക്ക് പോവാം പ്ലീസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. യു മേ ഗോ നൗ. ഇതാര് ജെസ്സിയോ? യെസ് സർ. ഇങ്ങോട്ടൊന്ന് കാണാനല്ലോ, എന്ത് പറ്റി? ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ട് സർ. ഓ, പിന്നെ ഒന്ന് സ്ലിമായിട്ടുള്ള ജിമ്മിൽ പോരണ്ട? ഞാൻ ജിമ്മിനൊന്നും പോവാറില്ല. ഇല്ല അല്ലേ? ഇതൊന്ന് സൈൻ ചെയ്തിട്ട് ഇപ്പൊ വേണോ? അല്ല, സൗകര്യം പോലെ മതി. ഓ ആയിക്കോട്ടെ. ഓക്കെ സർ. താൻ ഇതുവരെ പോയില്ലേടോ? പ്ലീസ് സർ, എങ്ങനെയെങ്കിലും. ഔട്ട് സോറി. എന്തോന്നടേ, ആകെ മൊത്തം സീനായിരുന്നെന്ന് തോന്നല്ലോ. ആ വരവും പോക്കും എന്തു പറ്റി? വയറ് നിറച്ച് കിട്ടിയെന്ന് തോന്നല്ലോ ആത്തൂന്ന്. ഇനിയിപ്പോ എന്തായാലും ഇന്ന് ഫുഡൊന്നും വേണ്ടി വരില്ല. ഒന്നും പറയണ്ടേ, ആകപ്പാടെ കോപ്പിലോരോ നിയമങ്ങൾ. നീ എമോഷണൽ ആവാതെ കാര്യം പറ. എടാ, പുതിയ പ്രൊജക്ട് പ്ലാൻ സബ്മിഷൻ ഇന്നായിരുന്നു. ഞാനാണെങ്കിൽ 2
ദിവസമായിട്ട് രാത്രിയും പകലും കുത്തിയിരുന്ന് അങ്ങേർക്ക് ഇന്നലെ ചെയ്തു കൊടുത്തു. ആ അത് നല്ല കാര്യമല്ലേ, ഒരു ദിവസം മുമ്പേ തീർത്തു പണി. ഇനിയിപ്പം ഇതിന്റെ അകത്ത് പ്രശ്നം എന്തുവാ? എടാ അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് നാട്ടിൽ പോയേ പറ്റുള്ളൂ. അതാണെങ്കിൽ GM വന്ന് അപ്രൂവ് ചെയ്ത് ലീവ് സാങ്ഷൻ ആയി കഴിഞ്ഞാലേ പോവാൻ പറ്റുള്ളൂ എന്ന് പറയുന്നു. ഇതല്ലേലും ഉണ്ടല്ലോ അങ്ങേരുടെ ഒരു സ്ഥിരം പരിപാടിയാ. ഒരു അത്യാവശ്യത്തിന് നമ്മളൊരു ലീവ് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ന്യായം പറഞ്ഞ് അതങ്ങ് മുടക്കും. അതിന് GM 1 മാസത്തെ ലീവിലല്ലേ, ആൾ 1 മാസം കഴിഞ്ഞാലും വരാൻ പോണില്ല. ഓ ശരിയാണല്ലോ പറഞ്ഞേ. ഇനി അങ്ങേരി ഇനി ഇങ്ങോട്ട് വന്നിട്ട് എപ്പ ഇനി അപ്രൂവലൊക്കെ കിട്ടി? എനിക്കതൊന്നും അറിയില്ല. എനിക്ക് വീട്ടിൽ പോയേ പറ്റുള്ളൂ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പെങ്ങളുടെ കാര്യം, അവളുടെ 2 ദിവസത്തെ അഡ്മിഷന്റെ കാര്യ. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല, ഞാൻ പോവാ. നീ എവിടെയൊക്കെ കുറ്റിയും പറിച്ചോണ്ട് നിക്ക്, ഞാനും വരുന്നു. പിന്നെ ആ മാനേജർക്ക് നല്ല സ്ട്രോങ് തണുത്ത ചായ കൊടുക്കണേ, അയാൾ നല്ലോണം ഒന്ന് തണുക്കട്ടെ. എന്റെ പൊന്നു നിദാസേ, നീ ഇപ്പൊ അടുത്തൊന്നും അങ്ങനോട് പോയി പറയാൻ നിൽക്കല്ലേ. നീ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഈ ആഴ്ച ലീവ് കിട്ടത്തില്ല. നിനക്ക് ഇനി അടുത്തൊരു വർഷത്തേക്ക് നീ ലീവ് നോക്കണ്ട. ശരിയാടോ, വൈകുന്നേരം ഒരു സമയമുണ്ടല്ലോ, അതിനുള്ളിൽ സെറ്റാക്കാം. അതെ, കാലം മടം വരുന്നു. ഒന്നുമില്ല സാർ, ഒന്നുമില്ല. നീ വാ, വണ്ടിയൊക്കെ എനിക്കൊരു മൂട്. നിന്നോട് പറഞ്ഞല്ലേ, നീ അത് വണ്ടിയൊക്കെ. ഞാനുണ്ട്. എനിക്കൊരു ഫലൂദ. ഓക്കെ. ഹലോ മാഡം, നമ്മളിവിടെ പാർട്ടിക്ക് വന്നതൊന്നുമല്ല. കടുപ്പത്തില് നല്ല 3 ചായ. ഓക്കെ സാർ. ചായ മാത്രമേ ഉള്ളൂ? എന്തുവാടേ ചേട്ടാ, സമൂസ ഉണ്ടാ? ഉണ്ട്. ഒരു 3 സമൂസയും കൂടെ എടുത്തു. ഓക്കെ. സമാധാനമായല്ലോ. ആ സെറ്റ്. അല്ല, നീ എന്താ ഫോൺ എടുക്കാത്തെ? ആരാ വിളിക്കുന്നേ? അത് വീട്ടിൽ നിന്ന് വിളിക്കുന്ന. ഞാൻ എപ്പോൾ എത്തുമെന്ന് അറിയാൻ വേണ്ടി വിളിക്കുക. ഞാൻ എന്ത് പറയാനാടാ? നീ ഇപ്പോഴേ തൽക്കാലം ഫോൺ എടുക്കണ്ട, വൈകുന്നേരം തിരിച്ചു വിളിക്കാം. ആ അപ്പോഴേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ തീരുമാനാക്കാം. അതെ. അല്ല, നീ ഫുൾ പ്ലാൻ സബ്മിറ്റ് ചെയ്തെന്നല്ലേ പറഞ്ഞേ? അതേടാ, ഫുൾ പ്ലാൻ ഇൻക്ലൂഡിങ് 3D. അത് കൂടാണ്ട് 3 ഓപ്ഷൻസ് കൂടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ. ഇതാ പറയുന്നത്, ചോദിക്കുന്നതിന് മുമ്പേ ഒരു സാധനം സബ്മിറ്റ് ചെയ്യില്ലെന്ന് അല്ലേ? ഇത്രയും സബ്മിറ്റ് ആക്കിയതല്ലേ, അതുകൊണ്ട് അപ്രൂവൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ വേണേ ടേക്ക് ഓവർ ചെയ്യാം, പക്ഷേ മാനേജറെ കൊണ്ട് നീ സമ്മതിപ്പിക്കണം. ഓ അല്ല, നിനക്ക് മാനേജറോടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ജെസ്സി? ഞാൻ പോയി ആദ്യം സംസാരിക്കില്ല, നിഹാസ് പോയി ആദ്യം പറയണം, ബാക്കി ഞാൻ ഏറ്റു. ഞാൻ പറഞ്ഞു നോക്കാം, പക്ഷെ നീ കുളമാക്കരുത്. ഞാൻ കോളമൊന്നും ആക്കില്ല. അല്ലേലും അയാൾക്ക് ഇത്തിരി എന്നോട് പഞ്ചാരടി കൂടുതലാ. ഇതിപ്പോ ക്യാബിലേക്ക് വിളിക്കാൻ ഒരു കാരണമാവുമല്ലോ. നീ പോയിട്ട് വെറുതെ പണി മേടിക്കരുത്. എങ്ങനെങ്കിലും പറഞ്ഞ് അങ്ങേരെ സമ്മതിപ്പിക്കണം. എന്തൊക്കെ പറഞ്ഞാലും അവസാനം ഞാൻ തന്നെ വേണ്ടി വന്ന് രക്ഷയ്ക്ക്. ഓ അവളുടെ ഒരു എന്തൊരു ചാടയാണ്. ഹോ, ഇപ്പോഴാ എനിക്ക് സമാധാനമായത്. അവന്റെ മുഖം ഒന്ന് തെളിഞ്ഞു വന്നല്ലോ. അത്രേ ഉള്ളൂ. ഇവിടെ ചായ കുടിച്ചാൽ തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ദേ നമ്മൾ വീണ്ടും വന്ന് എൻ്റെ ചങ്ങായിമാരെ കണ്ടില്ലേ? ഇമ്മാരി 1000 ചങ്ങായിമാരുണ്ട് നമുക്ക്. ആ കൂട്ടത്തിൽ ഇങ്ങളും ഉണ്ട്. ഓരുടെയൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളാ. ഓർക്കൊക്കെ എൻ്റെ കൂടെ ഇരുന്നപ്പോൾ സമാധാനായി. എത്ര സന്തോഷത്തോടെ അവർ പോയത് നിങ്ങൾ കണ്ടില്ലേ? ഇത്രേ ഉള്ളൂ. എനക്ക് നിങ്ങളൊക്കെ കൂട്ടുകാരാ, പക്ഷെ നിങ്ങൾക്കല്ല. എന്നാലും ഉമ്മക്കിടയിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ജീവിതം ശരിക്കും ഒരു ചായ കുടിച്ച് തീരുന്ന പോലെ എത്ര ചെറുതാണ്. അത് ആസ്വദിച്ച് കുടിച്ചാലേ അതിൻ്റെ രുചി അറിയും. ആറി തണുത്ത ചായ പോലെ ആവരുത് നമ്മളെ ജീവിതം. നിങ്ങൾ പലപ്പോഴും പറയാതെ പോണ കഥകൾ എന്നോടൊപ്പം പറയാറുണ്ട്. ഒരിക്കല് നിങ്ങളെ പ്രിയപ്പെട്ടവരെ വേർതിരിച്ച വാക്കുകൾ ചായയുടെ ചൂടിൽ വീണ്ടും ചേർക്കപ്പെടണം. മാറ്റി നിർത്തിയവരെ നിങ്ങൾ ചേർത്ത് നിർത്തണം.
ഈ ചായയിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള പഞ്ചസാര പോലെ മധുരമുള്ളതാവട്ടെ നിങ്ങളുടെ ജീവിതവും. ശരിക്കും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. മനസ്സിലുള്ള വാശിയും വിദ്വേഷവുമൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അതങ്ങോട്ട് ആസ്വദിക്കുക. അപ്പം എങ്ങനെയാ, ഒരു ചായ കുടിക്കാമല്ലേ?